ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പം കൊല്ലത്ത് കടലിലാണ്. അപ്പം മീൻ പിടിക്കാൻ പോവാം. അപ്പം நம்ம ஃப்ரெண்ட்ஸ் எல்லாமே இங்கே இருக்குது. வண்டி ஓட்டுறதுக்கு அண்ணன் இருக்குது. அப்போ இது பாரு எப்படி இருக்குது நம்ம വ്യൂ. എപ്പോൾ തിരിച്ച് വരുമെന്നോ അല്ലെങ്കിൽ വേണ്ട ഏത് സമയത്ത് തിരിച്ചു വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണേലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കിടുവാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫസ്റ്റ് കടൽ യാത്രയാണ്, അത് മീൻ പിടിക്കാൻ. കേട്ടോ, ഇത് ഹാർബറാണ് കേട്ടോ. ഈ കാണുന്നത് ഫുള്ള് ഹാർബറാണ്, തങ്കശ്ശേരി ഹാർബർ. ഇത് ഫുള്ള് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലം കൊല്ലം ജില്ല. അപ്പം തങ്കശ്ശേരി ഹാർബറിൽ നമ്മൾ ബോട്ടിൽ മീൻ പിടിക്കാൻ പോവാം. തങ്കശ്ശേരി കോട്ട എന്നൊക്കെ പറയുമ്പം നമ്മൾ 3-4 ദിവസം മുമ്പ് ഇട്ട ആ ഒരു വീഡിയോ ഇല്ലേ, അതായത് ബേക്കൽ ഫോർട്ട്, അതൊരു കോട്ടയാണ്. ഇതും ഒരു കോട്ടയാണ്. അപ്പം വലിയ ആധികാരികമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ, ഒറ്റ വാചകം ഞാൻ വായിക്കുന്നു: സംരക്ഷിത സ്മാരകം. മതിയല്ലോ. അപ്പം ഈ സ്മാരകത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. കോട്ടയെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒന്നും വ്യക്തമാകത്തില്ല. എന്നാൽ അത്യാവശ്യം ഒരു ചെറിയൊരു രൂപം നമുക്ക് മനസ്സിലാവും. അതായത് അവശിഷ്ടങ്ങൾ മാത്രം ഒരു റൂം. അപ്പം തങ്കശ്ശേരി കോട്ടയിലെ കുറച്ച് കാഴ്ചകൾ. ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടം കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ഹാർബർ ഒന്ന് കറങ്ങിയാലോ. നമ്മൾ ഈ കാണാൻ പോകുന്ന ഹാർബറേ, അതിപ്പോൾ ഏത് ഹാർബറും ആയിക്കോട്ടെ, നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം എന്ത് ഭംഗിയാണ്, അടിപൊളിയാണ്. അതായത് ഒത്തിരി ബോട്ടുകൾ കിടക്കുന്നു, ആൾക്കാർ പോകുന്നു, മീൻ പിടിക്കുന്നു, എന്ത് രസമാണല്ലേ. പക്ഷേങ്കിൽ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം ആണ് അതിൻ്റെ ആ ഒരു ഇവരെത്രത്തോളം എന്തായാലും പറയണേ, അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത്. അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകും, അവരവരുടെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ മൊത്തം ബോട്ടുകളും ഒരു 1/4 മണിക്കൂർ കൊണ്ട് മൊത്തം കടലിൽ പോകും. ഒരു ബോട്ടിലൊരു 3, 2, 5, 6 പേര് കയറുമെന്ന് തോന്നുന്നു. ഈ ചെണ്ണോട്ട് കയറാനാണ് തോന്നുന്നു. സാഗര ജ്യോതി എന്നാണ് ആ ബോട്ട്. ബോട്ടിന് നമ്പരും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് KL02 MO 796. ഈ സമയത്തേ പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയല്ലേ? 9 മണിക്ക് വരും, ചിലപ്പോൾ 10 മണിക്ക് വരും, ചിലപ്പോൾ നേരം വെളുത്ത് വരും, 1 മണിക്ക് വരും, 2 മണിക്ക് വരും. ചിലപ്പോൾ അടുത്ത സൂര്യൻ ഉദിക്കുമ്പോഴായിരിക്കും സൂര്യൻ ഉദിക്കുമ്പോൾ. ഓ, അങ്ങനെയും വരുമല്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവർ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അത് ഫുൾ വള്ളത്തിൽ സെറ്റായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാ ബോട്ടും പതുക്കെ അനങ്ങി തുടങ്ങി. അവിടുന്ന് എല്ലാം ഇറങ്ങി തുടങ്ങി. ഇവിടുന്ന് ഇറങ്ങി തുടങ്ങി, അവിടുന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങി. അതായത് ഇവിടെ ഫുള്ള് ഇപ്പോൾ കാലിയാവും. ഉണ്ടോ, ഓരോരുത്തരൊക്കെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്. 1, 2, 3, 4, 5. അതായത് സൂക്ഷിച്ച് നടന്നില്ല, പട്ടിയുടെ പുറത്ത് ചവിട്ടും. പാട്ടി നല്ല ഇടുക്കം കടിയും തരും. അപ്പം ഇപ്പം ഈ ആളുള്ളതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാം. ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഏതാണ്ട് 10, 100, 150 പട്ടിയുണ്ടെന്നാണ് അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞത്. ഉണ്ടോ, അടുത്ത് പോവാം. വെള്ളയാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ മാധവുണ്ട്. അതുകൊണ്ടോ അങ്ങനെ നടക്കാനാണെങ്കിൽ ഫുള്ള് നടക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. നടന്ന് നമ്മുടെ ഉപ്പാട് തീരും. കിലോമീറ്ററുകൾ കിടക്കുക. എല്ലാവരും ഭക്ഷണവും വെള്ളവും എല്ലാം റെഡിയാക്കി
യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു പോകാൻ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ അതുകൊണ്ടോ അവിടെ ഒരു സംഭവമുണ്ട്, ഒരു ലൈറ്റ് ഹൗസാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ ലൈറ്റ് ഹൗസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒന്ന് പോയാലോ? സത്യത്തിൽ ഞാൻ നമ്മുടെ ആ കോട്ടയില്ലേ, അതായത് തങ്കശ്ശേരി കോട്ട കാണാൻ വന്നപ്പോഴാണ് ഇതാ കോട്ടയുടെ ഫ്രണ്ടിൽ ഇതാ അതിശയകരമായ രീതിയിൽ ബോട്ട് കിടക്കുന്നു. അപ്പം ബോട്ട് കാണാൻ വേണ്ടി ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതാ നേരെ നമുക്ക് അവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നു. നമുക്ക് നേരെ ലൈറ്റ് ഹൗസിനെ അങ്ങോട്ട് പോകാം അല്ലേ? നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ആ ലൈറ്റ് ഹൗസില്ലേ അങ്ങ് ദൂരേന്ന് കണ്ടില്ലേ, അപ്പം അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് നേരെ ഫ്രണ്ടിൽ കാണാം. ഒരു അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ. നമുക്കതിൻ്റെ മേളിൽ കയറാം. മേളിൽ കയറി കഴിയുമ്പം എങ്ങനെയുണ്ട് വ്യൂ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പരിസരമൊക്കെ നോക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട് അതിന്. തന്നെയാണ് നമുക്കതിൻ്റെ മേളിൽ നിന്ന് കയറി നോക്കാം. അപ്പം ഇതിന് ചെറിയൊരു പാസ് ഉണ്ട്, 30 രൂപ കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ പേടിയാണ്. അതിൻ്റെ ആ മേളിൽ ആൾക്കാരുണ്ട്. നമുക്ക് നേരെ മേളിലോട്ട് പോകാം. ഇവിടെയാണ് അതിൻ്റെ എൻട്രി വരുന്നത്. ലിഫ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നടന്നു പോകാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. നടന്നു പോകാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ നടക്കാൻ പോയില്ല. നമുക്ക് ലിഫ്റ്റിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരുന്നത് നമുക്ക് നടന്നു വരാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ ടോപ്പിലോട്ട് കയറാം. നല്ലൊരു ചെരുവിലാണ് നാളെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മേളിൽ കയറി കേട്ടോ. കിഡ് സൂപ്പറാണ് കേട്ടോ. അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സൈഡിൽ ഫുൾ ടൗണാണ്. അതായത് കൊല്ലത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അല്ലേ, സൂപ്പറല്ലേ? അപ്പോൾ കടൽ പൊളിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം കൊല്ലത്തിൻ്റെ ഒരു സൈഡ് ഫുള്ള് കാണാം. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു കടലിൻ്റെ ഒരു സൈഡും ഫുള്ള് കാണാം. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ കടലാണ് മെയിൻ. കടൽ എവിടെ പോയാലും ഉണ്ട്. കടൽ മുഖ്യമാണ് ബിഗിലേ. ഉണ്ട് അവിടെ നമുക്ക് ബോട്ട് സേവ് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ. ചിലപ്പോൾ ഞാനിവത്തെ കയറി പോകും. നോക്കാം. അപ്പോൾ നമ്മളിന്ന് കടലിൽ മീൻ പിടിക്കാൻ പോകണേ. അപ്പോൾ ഇത് രണ്ടും അണ്ണന്മാരാണ്. இந்த ബാക്കിൽ நம்ம ടീം இருக்கு. അപ്പോൾ നമുക്ക് കടലിൽ പോയി பார்க்கலாம். ഈ അണ്ണനാണ് എന്നെ ബോട്ടിൽ കയറ്റിയത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ബോട്ട് കിടന്ന് ഒലയാൻ തുടങ്ങി. ഇതുപോലെ കടലിൻ്റെ ഭംഗി ഞാൻ ഇതിന് മുമ്പ് ആസ്വദിച്ചിട്ടില്ല. സൂപ്പറാണ് കേട്ടോ. ബോട്ട് കിടന്ന് ചെരിഞ്ഞ് ഒലയുക. അയ്യോ, സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഭയങ്കര കയറുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ കടലിൽ വരാൻ പറ്റുമെന്നും ഇതുപോലെ തൊട്ടടുത്ത് കടൽ കാണാൻ പറ്റുമെന്നും ഇതുപോലെ ബോട്ടിൽ പോകാൻ പറ്റുമെന്നും. അപ്പം സൂപ്പറായിട്ട് നമുക്ക് ഇതുപോലെ കടൽ ഇനി കാണാൻ പറ്റത്തില്ല. അപ്പം ഈ പരിസരത്തെല്ലാം നമ്മൾ ആ വെളി കണ്ട ആയിരക്കണക്കിന് ബോട്ടുകളെല്ലാം ഫുള്ള് ഇപ്പം കടലിൽ തകർത്ത് വാരിക്കൊണ്ടിരിക്കുക. ബോട്ട് കിടന്ന് ഒലഞ്ഞു മറിയുക. ഇത് നമ്മുടെ കൂടെ ഉള്ളൊരു ചേട്ടനാണ്.
ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. സത്യത്തിൽ എത്രത്തോളം ഉള്ളിൽ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് മാത്രമല്ല ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് കയറിയതാണ്, ഒന്നും നോക്കിയില്ല. വരുന്നോന്ന് ചോദിച്ചു, ഞാൻ ചാടി കയറി. നമ്മളിപ്പം ഏകദേശം നല്ല രീതിയിൽ കടലിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പുറകിൽ കാണുന്ന ചേട്ടന്മാരെ കേട്ടോ, അവർ ഇപ്പം നല്ല സ്പീഡിലാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോർമൽ സ്പീഡൊന്നും അല്ല, നല്ല സ്പീഡിലാണ്. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. ആകാശമൊക്കെ ഇരുണ്ട് തുടങ്ങി. എൻ്റെ പുറകിൽ ഇപ്പോൾ 2 പേരാട്ടോ. നേരത്തെ ഒരാളെ ഉള്ളായിരുന്നു, ഇപ്പോൾ 2 പേരായി. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു. ഇനി എപ്പോഴാണോ തിരിച്ചു വരുന്നത് ആർക്കറിയാം. ഇപ്പം ഏകദേശം ഒരു 1/2-3 മണിക്കൂറോളമായി നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാകും. മൊത്തം ഫുള്ളാവും. മീൻ മൊത്തം കാണിക്കും, മൊത്തം ഫുള്ളായിരിക്കും. ഓ, അതിൽ ചെറിയ ചെറിയ പൊട്ടും പിടിയും മാത്രം കാണിക്കും. മനസ്സിലായി. അത് കടലിൻ്റെ ബോട്ടിൻ്റെ അവിടെ ക്യാമറ ഉണ്ട്. അപ്പോൾ കടലിൻ്റെ അടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മീനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നീല കളറുള്ളിടത്ത് ഒരു റെഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വലയിടാൻ പറ്റും. അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളങ്ങനെ അവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി ബോട്ട് കൊണ്ടിടുവാണേ. അതായത് അവിടെ നമുക്ക് മീൻ കാണുന്നില്ല. അത് നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മീൻ കിട്ടാവോ ഇല്ലയോ നോക്കാൻ വേണ്ടി പോവാം. ചാള 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 കിടന്ന് പിടയ്ക്കുന്ന കണ്ടോ? അടിപൊളി. ചാളമീൻ ഒരു ചാള കിട്ടി. ചാളമീൻ വന്ന് കണ്ടായിരുന്നോ? എന്തൊരു ചാളമീനാ. എന്ന് പറഞ്ഞു കടലിൽ കൂടെ ഫുള്ള്. അപ്പോൾ ഇങ്ങനെയാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. അയ്യോ, അവർ അങ്ങനെ വല ഭയങ്കരമായിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെട്ടം കാണുന്നത് ഫുള്ള് ബോട്ടാട്ടോ. അതുകൊണ്ട് ഈ വെട്ടം കാണുന്നത് ഫുള്ള് ഈ റൗണ്ട് കിടക്കുന്ന ഈ വെട്ടം കാണുന്നത് ഫുള്ള് ബോട്ടാണ്. നമ്മൾ പറഞ്ഞ കരയാണ്, പക്ഷേ കരയൊന്നുമല്ല, ബോട്ടുകളാണ് കാണാൻ ഇങ്ങനെ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉള്ളിലാണ് കടലിൽ. ഈ റൗണ്ടിൽ ഫുള്ള് കാണുന്ന ബോട്ട്. നമ്മൾ ആദ്യമേ കാണിച്ചില്ലേ അവിടെ ആ ഒരു മെഷീനില്ലേ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അറിയാം ചാള ഇതിൻ്റെ അകത്തൂടെ ഓടി വരുന്നതും പോകുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ചേട്ടനാണ് വിളിച്ച് പറയുന്നത് ചാളവായത് എന്ന്. അപ്പോൾ അതിന് മുമ്പ് വലയിട്ട് ഓടിയെടുക്കാം. ബോട്ടിയുടെ ക്യാപ്റ്റൻ நம்ம பொம்புகாரை சேர்ந்த சோழன் அவர் நம்ம இது யோயோ ப்ரோஸ் இது நம்ம ஒரு சிபிஐ அப்ராஸ் இவர் நம்ம கேரளா கேப்டன். ஓகே அண்ணன் பிடிக்கணும். அண்ணன் வெட்டம் அண்ணன் நம்ம ஸ்ட்ராங் നമ്മളിപ്പം ഇട്ട വല വലിക്കാൻ തുടങ്ങി കേട്ടോ. മീൻ കിട്ടി തുടങ്ങി.
അപ്പോൾ മീൻ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബോട്ട് നമ്മൾ വിളിച്ച മീൻ അവർ കോട്ടയം സെറ്റ് ചെയ്തു. ഹാർബറിൽ തിരിച്ചു വന്നു. അതുകൊണ്ട് ഇവരുണ്ടോ, ഇവർക്കും അതുപോലെ തന്നെ ചൂര, കുഞ്ഞു ചൂരയാണ് അവർക്ക് കിട്ടിയേക്കുന്ന കുഞ്ഞു ചൂര. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ചാള. അതാണ് ഹാർബർ. നമ്മൾ ആ കടലിൽ പോയി മേടിച്ചോണ്ട് വന്ന മീൻ 3900 രൂപയ്ക്ക് സെയിലായി. അതായത് ഒരു കുട്ട മീൻ 3900. നമ്മൾ ആ പിടിച്ചോണ്ട് വന്ന മീനെ അവർ പെട്ടിയിലാക്കി ലോറി കയറി അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പം ഇങ്ങനെയാണ് കടലിൽ പോയി മീൻ പിടിച്ച് വിൽക്കണേ. സത്യം പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് എനിക്ക് എൻ്റെ മനസ്സിലില്ലായിരുന്നു. അപ്പം അതും കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.